KC തോമസ്, ഇവിടെ പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും മറ്റണിയറ പ്രവർത്തകരെയും അവർ ഖേദം പ്രകടിപ്പിച്ചു എന്നതിന്റെ പേരിൽ റദ്ദാക്കി കളയേണ്ട കാര്യമുണ്ടോ? ഇന്ത്യൻ മുഖ്യധാരയിൽ ഒരു സംവിധായകനും ഒരു നടനും ഇതുപോലൊരു റിസ്ക് ഇതിനു മുമ്പ് എടുത്തിട്ടില്ല. ഞാൻ പറയുന്നത് മെയിൻ സ്ട്രീമിനെ കുറിച്ചാണ്, ഒരുപാട് പണം മുടക്കി ചെയ്യുന്ന പടങ്ങളെ കുറിച്ചാണ്. അതല്ലാതെ ഈ പ്രമേയമായിട്ടുള്ള ധാരാളം സിനിമകൾ, നമ്മുടെ TV ചന്ദ്രന്റെ സിനിമ മുതൽ രാഹുൽ ധോലാക്കിയുടെ സിനിമ വരെ ഉണ്ടായിട്ടുണ്ട് ഗുജറാത്ത് കലാപം പരാമർശിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ മുഖ്യധാരയിൽ വലിയ പണം മുടക്കുള്ള സിനിമകളിൽ ഇങ്ങനെ ഒരു പ്രമേയം വന്നിട്ടില്ല. അപ്പോൾ അവർക്ക് കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വന്നു എന്നുള്ളത് വസ്തുതയാണ്. കടുത്ത സമ്മർദ്ദത്തെ അതിജീവിച്ച് അവർ ഇപ്പോഴും ആ സിനിമ പ്രദർശിപ്പിക്കുകയാണ്. ആ സിനിമയ്ക്ക് വലിയ ആൾക്കൂട്ടവും ഉണ്ടാവുന്നുണ്ട്. ഈ വേള ആ സിനിമയുടെ മേക്കേഴ്സിനെ റദ്ദാക്കി കളയാനുള്ള അവസരമായിട്ടാണോ ഉപയോഗിക്കേണ്ടത്? ഒരിക്കലുമല്ല. എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു അക്ഷരാർത്ഥത്തിൽ. അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ് പ്രതിനിധിയുടെ അഭിപ്രായത്തോട് ഇപ്പോൾ ഞാനതിനൊരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള എല്ലാ വാദമുഖങ്ങളെയും അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് നല്ല ബുദ്ധിമുട്ട്. ഈ ഇത്തരം എമ്പുരാൻ സിനിമയെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ കേരളത്തിന്റെ ഇന്ത്യയുടെ മതനിരപേക്ഷ ചേരി സെക്യുലർ ഫാബ്രിക് തമ്മിലടിക്കുകയല്ല വേണ്ടത്. നമ്മൾ വർഗീയതയെ, മോഹൻലാലിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച, പൃഥ്വിരാജിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച, ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് പരിമിതികളോടുകൂടെയെങ്കിലും വലിയ സംഭാവന നൽകിയ ഈ എമ്പുരാൻ സിനിമയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വർഗീയവാദികളെ തുരത്തി ഓടിക്കാനുള്ള ഒരു അവസരമായി ഇതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനിടയിൽ വന്ന് എന്തുകൊണ്ട് ഖേദം പ്രകടിപ്പിച്ചു, പേടിയുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ചലച്ചിത്ര സൃഷ്ടിക്ക് നിൽക്കേണ്ടതുണ്ടായിരുന്നോ എന്ന അഭിപ്രായം മതനിരപേക്ഷ ചേരിയെ അല്ല, ചലച്ചിത്ര സൃഷ്ടിയുടെ വിശാലമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ അല്ല സഹായിക്കുക. അത് സഹായിക്കുക അതിനെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വർഗീയതയാണ് എന്ന തിരിച്ചറിവ് കോൺഗ്രസ് പ്രതിനിധിക്ക് മാത്രമല്ല, സെക്യുലറായി ഇന്ത്യയും കേരളവും തുടരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തിന്, ഞാൻ പറഞ്ഞു, അതൊരു അനിഷ്ടകരമായ യാഥാർത്ഥ്യമാണ്, അപ്രിയമായ സത്യമാണ്. പക്ഷെ അതിന്റെ പേരിൽ ഒരണു കൊണ്ട് പോലും, ഒരംശം കൊണ്ട് പോലും ഈ സിനിമയുടെ സൃഷ്ടികർത്താക്കളെ തള്ളിക്കളയാൻ കഴിയില്ല. എന്താണ് ഇന്ത്യ നേരിടുന്ന വെല്ലുവിളി? മുമ്പൊരിക്കൽ OV വിജയൻ എഴുതിയിട്ടുള്ളതാണ് എന്റെ ഓർമ്മ. തലപോകുന്ന കാലയളവിൽ തലമുടിയെ കുറിച്ച് സംവദിക്കാൻ പാടില്ല. ഈ ചലച്ചിത്രം നിർമ്മിച്ചു എന്നതിന്റെ പേരിൽ RSSന്റെ സമാനതകളില്ലാത്ത അക്രമം ഏറ്റുവാങ്ങേണ്ട വരുമ്പോൾ അതിന് മുമ്പിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാലിനെ, എമ്പുരാൻ സിനിമയുടെ ചലച്ചിത്ര സൃഷ്ടാക്കളെ ഒരു വാക്കുകൊണ്ട് പോലും തള്ളിപ്പറയാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? കാരണം നമ്മളുടെ മുമ്പിൽ പാൻ ഇന്ത്യൻ എന്ന അനുഭവത്തിന്റെ മുമ്പിൽ മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ മുമ്പിൽ ആയിരക്കണക്കിന് വരുന്ന ഇന്ത്യൻ ഗ്രാമനഗരാന്തരങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വിജയകരമായി പ്രദർശനം തുടരുകയാണ്. കേരളം മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ സേഫ് സോണാണ് പരിമിതികളോട് കൂടെയെങ്കിലും. പക്ഷെ കേരളം വിട്ടാൽ, വാളയാർ ചുരവും മഞ്ചേശ്വരവും വിട്ട് നമ്മൾ പുറത്തേക്ക് പോയാൽ കാണുന്ന യാഥാർത്ഥ്യം എന്താണ്? മധ്യപ്രദേശിൽ, ഉത്തർപ്രദേശിൽ, ആന്ധ്രയിൽ, തെലങ്കാനയിൽ, കർണാടകയിൽ എത്ര യാഥാർത്ഥ്യങ്ങളെയാണ് നമ്മൾ കാണുന്നത്? ആ പ്രേക്ഷകരുടെ കൂടെ മുമ്പിലേക്കാണ് ബാബു ബജരംഗിയെ, ഗർഭിണിയെ തീയോടെ കൂടെ ചുട്ടിയെടുത്ത് കൊല്ലാൻ, ഭ്രൂണത്തെ കൊല്ലാൻ ശ്രമിക്കുന്ന ഗുജറാത്ത് കലാപത്തിന്റെ ഭീകരതയെ സംബന്ധിച്ച മായ കോട്നാനി, നരോദിയ പാട്ടിയ, ഇത്തരത്തിൽ ഇന്ത്യൻ വർഗീയത നടത്തിയ ഏറ്റവും നൃശംസതകളുടെ ഒരു അനുഭവങ്ങളെ കരുത്തോടുകൂടി ഓർമ്മിച്ചെടുക്കുകയാണ്. ആങ്കർ നിർബന്ധമായും ഓർമ്മിക്കുന്നുണ്ടാകും. മുമ്പൊരിക്കൽ ആദരണീയനായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ പണ്ഡിതനോട് ചോദിക്കുന്നുണ്ട് രാഷ്ട്രീയത്തെ സംബന്ധിച്ച, എന്താണ് മിലൻ കുന്ദര എന്ന പണ്ഡിതന്റെ മറുപടി? കുന്ദര പറയുന്നു, ദ സ്ട്രഗിൾ ഓഫ് മെമ്മറീസ് അഗൈൻസ്റ്റ് ഫോർഗെറ്റ്ഫുൾനെസ്, മറവികൾക്കെതിരെ ഓർമ്മകൾ നടത്തുന്ന നിതാന്ത സമരത്തിന്റെ പേരാണ് രാഷ്ട്രീയമെന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിയിൽ പിന്നീടെത്തിയ പാണ്ഡിത്യത്തെ അംഗീകരിക്കുന്ന മിലൻ കുന്ദരയുടെ പ്രസിദ്ധമായ വാചകങ്ങളാണ്. 2025 പുതിയ പളവളപ്പിന് മുമ്പിൽ, ജെൻസിയുടെയും ആൽഫ ഒമേഗയുടെയും ഒക്കെ മുമ്പിൽ നിന്നുകൊണ്ടാണ് പൃഥ്വിരാജും മോഹൻലാലും അടങ്ങുന്ന വലിയൊരു സംഘം ഇന്ത്യൻ വർഗീയത എങ്ങനെ അധികാരത്തിലെത്തി എന്ന് ചോദിച്ചാൽ നിരപരാധികളെ കൊന്നുകളഞ്ഞുകൊണ്ടാണ്. മതവ്യത്യാസമില്ലാതെ ഗൗരി ലങ്കേഷിനെ, MM കൽബുർഗിയെ, ഗോവിന്ദ് പൻസാരയെ, ഗ്രഹാം സ്റ്റെയിൻസിനെ, പിഞ്ചും കുഞ്ഞുങ്ങളായ ഫിലിപ്പിനെ, തിമോത്തിയെ, സുനിത വില്യംസിന്റെ ബന്ധുവായിരുന്ന ഹരേൻ പാണ്ഡ്യയെ, ജസ്റ്റിസ് ലോയെ, ഹിന്ദു നാമധാരികളായ തങ്ങൾക്ക് അനഭിമിതരെന്ന് തോന്നിയ മുഴുവൻ നിരപരാധികളെയും കൊന്നുകളഞ്ഞ രക്തപങ്കിലമായ ചരിത്രമാണ് ഇന്നത്തെ ഇന്ത്യൻ വർഗീയതയ്ക്കുള്ളത് എന്ന് സിനിമയിലൂടെ ഓർമ്മിപ്പിച്ചു. ആരോർമ്മിപ്പിച്ചു? ഏത് വിയോജിപ്പുകൾക്കിടയിലും മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ അടങ്ങുന്ന എമ്പുരാന്റെ വലിയ ചലച്ചിത്ര സൃഷ്ടാക്കളായ സംഘം, അവരോട് നമുക്ക് കടപ്പാടുണ്ട്. കേരളത്തിന്റെ മതനിരപേക്ഷ ചേരി, ഇന്ത്യയുടെ സെക്യുലർ ഫാബ്രിക് നിർബന്ധമായും എമ്പുരാൻ സിനിമയുടെ കൂടെയാണ്, അവരോട് കടപ്പെട്ടിരിക്കും. അവിടെ ഒരു ഖേദം പ്രകടിപ്പിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മൾ ഇവരെ തള്ളിപ്പറയാൻ പാടില്ല. കോൺഗ്രസ് പ്രതിനിധിയോട് ചുരുങ്ങിയ വാചകത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, മോഹൻലാലും പൃഥ്വിരാജും ഇപ്പോഴും
നമ്മുടെ മുമ്പ് ആങ്കർ സൂചിപ്പിച്ച മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതേപോലെ തന്നെ മറ്റ് മതനിരപക്ഷവാദികളെയും കൊന്നുകളയണമെന്ന് പുസ്തകം എഴുതിയ ആളുടെ മുമ്പിൽ ജന്മദിന വാർഷികം ആഘോഷിക്കാൻ കുനിഞ്ഞു നിന്ന് നിലവിളക്ക് കൊളുത്തിയിട്ടില്ല മോഹൻലാലും എമ്പുരാന്റെ ചലച്ചിത്ര സൃഷ്ടാക്കളും. കോൺഗ്രസ് പ്രതിനിധി അത്രയുമെങ്കിലും ആലോചിക്കേണ്ടിയിരുന്നു അതിനെ തള്ളി പറയുന്നതിന് മുമ്പ് എന്നാണ് വിനീതമായി ഒരു കാര്യം ഈ പറയുന്ന ശ്രീ അഭിലാഷേ, ഈ പറയുന്ന ഞാൻ വളരെ കൃത്യമായി പറഞ്ഞത് RSSന്റെ ഭയപ്പെടുന്ന രാഷ്ട്രീയത്തെ കുറിച്ചാണ്. ആ ഭയപ്പെടുന്ന രാഷ്ട്രീയം ഈ സിനിമയുടെ കേരളം നെഞ്ചേറ്റിയ ഒരു സിനിമക്കകത്ത് ഒരു തരത്തിലൊരു ഖേദപ്രകടനം നടത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മോഹൻലാലിന് പൃഥ്വിരാജ് തള്ളിപ്പറയാൻ ആഗ്രഹിച്ചു. അതിന്റെ ഇടയിൽ വന്ന് ഈ രാജ്യത്തിനകത്ത് സംഘപരിവാറിന്റെ കാവിക്കോണകവും ചെങ്കൊടിയും കൂട്ടിക്കെട്ടി ഭരിച്ച നിങ്ങൾ കോൺഗ്രസിനെ RSS വിരുദ്ധ പഠിപ്പിക്കണ്ട കേട്ടോ. അതിന്റെ അത് കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പോ എടുക്കുന്ന AKG സെന്ററിന് കാവി അടിച്ചുകൊണ്ട് നിങ്ങൾ ഫാസിസം വന്നിട്ടില്ല ഈ രാജ്യത്ത്. കോൺഗ്രസിനെ RSS വിരുദ്ധ പഠിപ്പിക്കണ്ട. എനിക്കില്ല. ശരി, അത് വിടാ, അതല്ല വിഷയം.